അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മ സലാമുഹു ബിഹാദാ നസീമിൻ ഹുബ്ബി അഹ്മദ ഖദ്റുഹിൽ. അലി നബിയുടെ മേൽ സ്വലാത്തുല്ലാഹി, അല്ലാഹുവിൻ്റെ സ്വലാത്തും സുമ്മ സലാമും ഉണ്ടാകട്ടെ. ബിഹാ സ്വലാത്ത് കൊണ്ട് ദനസി എൻ്റെ കേടുകൾ, എൻ്റെ പാപങ്ങൾ, എൻ്റെ അഴുക്ക്, മിൻ ഹുബ്ബി അഹ്മദ അഹ്മദ് നബിയോടുള്ള പ്രേമത്താൽ ഖദ്റുഹിൽ കഴുകപ്പെടുന്നതാണ്. എൻ്റെ ഏത് പാപവും എന്താ നബിയോടുള്ള പ്രേമം താൽ കഴുകപ്പെടും. അതായത് ആ പ്രേമം വെച്ചിട്ട്, ആ പ്രേമം ഉള്ളടങ്ങിയ സ്വലാത്ത് കൊണ്ട് കഴുകപ്പെടും. ആ സ്വലാത്ത് കൊണ്ട് കഴുകപ്പെടും. അതിൻ്റെ ഉള്ളിൽ എന്തുമുണ്ട്? നബിയോടുള്ള പ്രേമവുമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിഹാ ആ സ്വലാത്ത് കൊണ്ട് ദനസി എൻ്റെ പാപം, മിൻ ഹുബ്ബി അഹ്മദ അഹ്മദ് നബിയോടുള്ള പ്രേമത്താൽ ഖദ്റുഹിൽ കഴുകപ്പെടുന്നതാണ്. പിന്നെ അലൈഹി സ്വലാത്ത് മഅൽ ആലിൽ കിറാമി വസ്ഹബിഹി വമൻ അംസകു ദീനൻ നബിയ്യി വമൻ ഖബൽ. ആ നബിയുടെ മേലുണ്ടാകട്ടെ മഅൽ ആലിൽ കിറാം, ബഹുമാനികളായ ആലിനോട് കൂടെയായ നിലയിലും, സ്വഹബി അവിടുത്തെ സ്വഹാബികളോട് കൂടെയായ നിലയിലും അവർക്കൊക്കെ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഉണ്ടാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ മുറുകെ പിടിച്ചവർക്ക് എല്ലാം ഉണ്ടാവട്ടെ. ആരെല്ലാം സത്യമാർഗത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയോ അവർക്കെല്ലാം ഉണ്ടാവട്ടെ. അല്ലാഹുവിന്റെ സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ എന്നർത്ഥം. അലൈഹി മഅൽ ആലിൽ കിറാമി വസ്ഹബിഹി വമൻ അംസകു ദീനൻ നബിയ്യി വമൻ ഖബൽ. سقفت فجاج الخلق والكل يغبط مقامي لدى الماحي وبالفيض يبسط فهو صفات واسم وذات وغيبها وهو قاسم عادل كريم ومقسط. സഖിഫ്തു ഞാൻ നേരെയാക്കി യഅ്വിജാജൽ ഖൽഖി സൃഷ്ടികളുടെ വളവുകളെയല്ല. വൽകുല്ലു അതുകൊണ്ട് തന്നെ എല്ലാ ബല്യോർക്കും യഗ്ബിത്തു എന്നോടൊരു അസൂയാണ്. യഗ്ബിത്ത് എന്ന് പറഞ്ഞാൽ അസൂയ എന്നല്ല, ഒരു കൊതി. അങ്ങനെ ഞാനും ആയെങ്കിൽ. അസൂയ എന്ന് പറഞ്ഞാൽ ഹറാമാണ്, ഇത് ഹലാല. ഗിബത്തത്തും ഹസദും രണ്ടാണ്. ഗിബത്തത്ത് എന്നാൽ തമന്നി സവാലി നിഅമത്തിൽ ഗൈർ, മറ്റൊരാൾക്ക് കിട്ടിയ അനുഗ്രഹം നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കലാണ് എന്ത്? അസൂയ. അതേസമയത്ത് അത് തനിക്കും കൊതിക്കലാണ് എന്ത്? ഗിബത്തത്ത്. അമ്പിയാക്കൾക്ക് ഒരു ഗിബത്തത്ത് വരും എൻ്റെ ഉമ്മത്തിനെ കാണുമ്പോൾ. അത് ഹസദല്ല. ഓലപ്പോൾ ഞങ്ങൾ ആയെങ്കിൽ, ഞങ്ങൾ ഉമ്മത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കൾ മേശറിയിൽ എൻ്റെ ആളുകളെ വിളിക്കുമ്പോൾ അമ്പിയാക്കൾക്കൊരു ഗിബത്തത്ത് വരും. ഗിബത്തത്ത് പറഞ്ഞാൽ എൻ്റെ ഉമ്മത്തിൻ്റെ കൂട്ടത്തിൽ കൂടാനുള്ള ഒരു കൊതി. ആഖിറസമാനിൽ ജനിച്ചാൽ മതിയായിരുന്നു, ആദ്യം ഈ നബിയൊന്നും ആണ്ടില്ലേ എന്ന്. അതുപോലെ നമുക്കില്ല. അമ്പിയാക്കൾക്ക് വരെ നമ്മളെ കാണുമ്പോൾ ഗിബത്തത്ത്, ഒരു അസൂയല്ല. ഇതെന്താണ്? കൊതി. മറ്റൊരാളുടെ നിഅമത്ത് നീങ്ങിപ്പോകാൻ ആഗ്രഹിച്ചാൽ അസൂയായി. മറ്റാളപ്പോൾ എനിക്കും കിട്ടിയെങ്കിൽ പഠിച്ചവനെ ആഗ്രഹിച്ചാൽ ഗിബത്തത്തായി. ഗിബത്തത്ത് എന്തല്ല? ഹറാമല്ല, ഹസദാണ് ഹറാം. മനസ്സിലായില്ലേ? വൽകുല്ലു യഗ്ബിത്തു എല്ലാവർക്കും എന്നോടൊരു ഗിബത്തത്താണ്, ഒരു കൊതിയാണ്. എന്ത് ഗിബത്തത്ത്? മഖാമി ലദൽ മാഹി, മാഹിയായ നബിൻ്റെ അടുക്കലുള്ള എൻ്റെ സ്ഥാനം ഓൽക്കൊരു കൊതിയ. ഇയാളെ പോലത്തെ നബിൻ്റെ അടുക്കൽ നമുക്കൊരു സ്ഥാനം കിട്ടിയെങ്കിൽ. ഒബിൽ ഫൈലി സഹായം കൊണ്ട് യബ്സുത്തു, നബി എനിക്ക് തുറന്നു തന്നിരിക്കുക. നബി ഇങ്ങനെ തുറന്നു തരാ എനിക്ക്. ഞാൻ നബിയോട് മുസ്തമിദ്ദാണ്, അപ്പം നബി മുമിദ്ദാണ്. നബി എനിക്ക് ഇങ്ങനെ സഹായം തരിക. ആഫ്രിക്കയുടെ അങ്ങേക്കരയിൽ കിടക്കുന്ന ഏതോ കുഗ്രാമത്തിൽ കിടക്കുന്ന എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ റസൂൽ തുറന്നു തരിക എനിക്ക്. ഞാൻ പറഞ്ഞത് ഇത് അത്ഭുതകരമായ ഒരു കവിതയാണ്. അത്ഭുതമാണ് ഈ കവിത. എന്താ ഇബ്രാഹിം നിയാസ് കരകള. ആ ഗ്രാമത്തിൻ്റെ മര്യാദയ്ക്ക് ഒരു പള്ളിയില്ല, ഒരു കാർപ്പറ്റില്ല. ഇപ്പോഴും ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ദാരിദ്ര്യത്തിന് അങ്ങേയറ്റം. ഞാൻ സുഡാനിലേക്ക് പോകാൻ വേണ്ടി ഒരാളോട് അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞു, പോയിക്കോളി, കുഴപ്പമൊന്നുമില്ല, പക്ഷേ പട്ടിണടക്കാൻ ഒരുങ്ങിപ്പോണം. കാരണം പൈസ ഉണ്ടാക്കിയിട്ടും കാര്യമല്ല, ഒരു ഹോട്ടലിൽ കിട്ടൂല. എന്തുകൊണ്ട് ഹോട്ടലില്ലാത്ത? ആരും സാധനം വാങ്ങാത്ത നാട്ടിൽ ഹോട്ടലുണ്ടാവും.
ഇവിടെ കണ്ണിൽ മന്തി, ഇവിടെ അവിടെ മന്തി, ഇവിടെ മന്തി, അവിടെ കുഴിമന്തി, ഇവിടെ മറ്റേ മന്തി, കബർ മന്തി, എന്താണെങ്കിലും ചെലവാകും. എന്തുകൊണ്ട്? ഇവിടെ പൈസ പിന്നെയും ബാക്കിയാണ്. അപ്പം പട്ടികളൊക്കെ ഒരുങ്ങിപ്പോയി എന്ന് ഇൻഷാ അല്ലാഹ് കൊല്ലം നമുക്ക് പോകണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. സഖഫത്തു ഞാൻ നേരെയാക്കി. ഇഅ്വിജാജുൽ ഖൽഖി, സൃഷ്ടികളുടെ വളവുകളെല്ലാം. ഇഅ്വിജാജ് വളവ് നേരെ, സൃഷ്ടികൾക്ക് വളഞ്ഞ പേച്ചു പോകുക, അത് ഞാൻ നേരെയാക്കി. കുല്ലു എല്ലാ ജനങ്ങൾക്കും, എല്ലാ ഉന്നതർക്കും, ഉന്നതരും യക്കയും കൊതിവെക്കുകയാണ് മക്കാമി, എൻ്റെ സ്ഥാനം ലദൽ മാഹി, മാഹിയായ മുസ്തഫ നബിയുടെ അടുക്കൽ. അല്ലാഹു റസൂലിൻ്റെ പേരാണ് മാഹി. എല്ലാ ദോഷങ്ങളും മായ്ച്ചു കളയാൻ കഴിവുള്ള ആളാണ് ആര്? റസൂലുള്ളാഹ്. പിന്നെ ഫൈല് കൊണ്ട്, വലിയ സഹായം കൊണ്ട് നബി ഇങ്ങനെ തുറന്നു തന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക്. അഹ്മദ് മുസ്തഫ എന്നത് സിഫത്തുൻ ഒരു വിശേഷണമാണ്, വസ്മുൻ ഒരു പേരാണ്, വദാത്തുനൊരു ദാത്താണ്, വൈബുഹ അതിലെല്ലാം അദൃശ്യനായ ഒരു മഹത്വമാണ്. എന്താണതെന്ന് പറയാൻ പറ്റൂല. നബി എന്താണ്? അഹമ്മദ് എന്നത് പേരാണോ? എന്താണ്? അതൊരു അത്ഭുതമാണ്. അഹമ്മദ് എന്നത് അഹമ്മദ് മുസ്തഫ സിഫത്തുൻ അതൊരു വിശേഷണമാണ്, വസ്മുൻ ഒരു നാമമാണ്, വദാത്തുൻ ഒരു തടിയാണ്, വദാത്തുൻ ഒരു ദാത്താണ്, വദാത്തിൽ അദൃശ്യമായ ഒരു മഹത്വമാണ്. നബി വിതരണക്കാരനാണ്, അദ്ലുൻ നീതിമാനാണ്, കരീമുൻ മാന്യനാണ്, മുഖ്സിത്തുൻ വല്ലാത്ത മാന്യത പുലർത്തുന്ന, നീതി പുലർത്തുന്ന ആളാണ്. അതിലിൻ്റെ മറ്റൊരു ഭാഗമാണ് മുഖ്സിത്ത്. فهو صفة واسم وذات وغيبها وهو قاسم عادل كريم ومقسط تنفرته في حالتين فهالني كمال جمال للمديح ينشط. തനവ്വർതു നബിയുടെ പ്രകാശത്തിലേക്ക് ഞാൻ നോക്കിയിട്ടുണ്ട്. ഫി ഹാലത്തൈൻ, ഈ നബിയുടെ രണ്ടവസ്ഥയിലും. ഏതാ ഒരവസ്ഥ? ഒന്ന് ജമാലാണ്, ഒന്ന് കമാലാണ് എന്ന്. രണ്ടവസ്ഥയിലും ഞാൻ നബിയെ നോക്കിയിട്ടുണ്ട്. ഒന്ന് ജമാലാണ്, ഒന്ന് ജലാലാണ്. അതാണ് കമാൽ. നബിക്ക് ജമാലുമുണ്ട്, നബിക്ക് ജലാലുമുണ്ട്. ജമാലുമുണ്ട്, ജലാലുമുണ്ട്. ജമാല് അഴക്, ജലാല് വളർമ്മ. തനവ്വർതു നബിയുടെ പ്രകാശം ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഞാൻ നബിയുടെ പ്രകാശത്തിലേക്ക് നോക്കിയിട്ടുണ്ട്. ഫി ഹാലത്തൈനി, നബിയുടെ രണ്ടവസ്ഥയിലും. ഏതൊക്കെ രണ്ടവസ്ഥ? ഒന്ന് ജമാല്, ഒന്ന് ജലാല്. ജലാലി പറഞ്ഞ നബിയുടെ അഴക്, ജലാലി പറഞ്ഞ അവിടുത്തെ വളർമ്മത്തരം എന്ന്. എന്ത്? ഫഹാലനി. അപ്പോൾ എന്നെ ബോധ്യപ്പെടുത്തി. എന്താണ്? എനിക്ക് സൂചിപ്പിച്ചു, എന്നെ സൂചിപ്പിച്ചു, എനിക്ക് ബോധ്യപ്പെടുത്തി. എന്ത്? കമാലു ജമാലിൽ മദീഹി യുനശ്ശിതു. ആ മദ്ഹ് പറയപ്പെടുന്ന വ്യക്തിയുടെ ജമാലിന്റെ പൂർണ്ണത യുനശ്ശിതു, പറയുന്നവനെ ഉന്മേഷത്തിലാക്കും. കമാലു ജമാലിൽ മദീഹി, മദ് പറയപ്പെടുന്ന മഹാനായ പുണ്യ റസൂലിന്റെ അഴകിന്റെ പൂർണ്ണത യുനശ്ശിതു, പറയുന്നവനെ നശാത്താണ് ഉന്മേഷപ്പെടുത്തും. തളർച്ച ഉണ്ടാവില്ല. ഒരു കാലത്തും മാദിഹ്യങ്ങൾ തളരൂല. തിന്നാൻ കിട്ടിയില്ലെങ്കിലും പട്ടങ്ങനെ പാടും. മനസ്സിലായില്ലേ? ചിന്തിക്കാൻ. അതായത് ഒരു തളരൂല. മദ്ഹ് കേൾക്കുമ്പോൾ കൊടുക്കും, അങ്ങനെ തളരും. പൈസ എടുത്തു, പിന്നെ മദ്ഹ് കേട്ട്, പിന്നെ എടുത്തു, പിന്നെ എടുത്തു. ഞാൻ അജ്മീറിലിരിക്കാൻ 2006 എൻ്റെ ഓർമ്മ. അപ്പോൾ ദർവേഷ് വന്നു രാവിലെ. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന് മുന്നിൽ ദർവേഷ് പാട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ ഒരാൾ വന്നിട്ട് മുന്നിലിരുന്നിട്ട് അയാൾക്ക് പൈസ എടുത്തു കൊടുത്തു. അയാൾ പിന്നെയും പാടി, പിന്നെ എടുത്തു കൊടുത്തു. അയാൾ പിന്നെയും പാടി, പിന്നെയും കൊടുത്തു.
അയാൾ പിന്നെ പാടുമ്പോൾ തന്നെ ഇയാൾ പൈസ കൊടുക്കും. അപ്പോഴത്തിന് ഇയാളെ ഒരു ബന്ധുവോ മറ്റോ 1-2 ആളുകൾ വന്നിട്ട് ഇവനെ വലിച്ചുകൊണ്ടേ അയാളോട് കുറേ പറഞ്ഞു, നിർത്തൻ്റെ പാട്ട്, ഇപ്പം ഇവിടുന്ന് ബക്കീറായിട്ടേ പോകുള്ളൂ. ആർക്കാർക്ക് കൊടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അയാൾക്ക് അത്ര ഇഷ്ടമാണ് ഹാജൻ്റെ വലിപ്പത്തരാ പറയുന്നത്. അപ്പം ഇയാൾ പൈസ അങ്ങനെ കൊടുക്കും. അപ്പം മറ്റൊരു വന്ന് വലിച്ച് ആ റിസപ്ഷൻ്റെ ഹാളിലൂടെ അവനെ വലിച്ചുകൊണ്ടേ, അങ്ങനെ വലിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? മറ്റയാൾ പറഞ്ഞു നിൽക്കണില്ല, അയാൾ പാട് തന്നെയാണ്. എൻ്റെ പോക്കറ്റിലുള്ള ഒക്കെ അവൻ്റെ പോക്കറ്റിലെത്തും. അപ്പം അതാണ് അതായത് അവരാരും അത് ചെയ്യുന്ന ആളെ നമ്മൾ ഉൾക്കൊണ്ടതാണ്. എന്ത് കൊടുത്താലും നമുക്ക് ബോധ്യയില്ല. കമാലു ജമാലിൽ മദീഹി യുനശ്ശിതു, അത് വീണ്ടും ഉന്മേഷം ഉണ്ടാക്കും. പിന്നെ ഉനാദീഹി യാ ത്വാഹൽ അമീനു വഅഖിബു, അതൊക്കെ റസൂലുള്ളാഹിന്റെ പേര്. വഹശീറു വൽഹാദി വഅഹ്മദു അഖ്ബിതു. ഉനാദി, ഞാൻ വിളിക്കുകയാണ് ആ നബിയെ, യാ ത്വഹാ ത്വഹാ അൽ-അമീനെ, അഖിബായ നബിയെ, അശ്റായ നബിയെ, ഹാദിയായ നബിയെ, അഹ്മദായ നബിയെ, ഉഖ്ബിതു, ഞാൻ അങ്ങയുടെ മുന്നിൽ യാചിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ നേരെയാക്കി തരണം. അതാണ് അഖ്ബിതു, ഞാൻ യാചിക്കുകയാണ്, എന്നെ നേരെയാക്കി തരണം. അഖ്ബിതു, ഞാൻ അങ്ങയെ കുലിക്കുകയാണ് അതിൻ്റെ അർത്ഥം. ഞാൻ അങ്ങയോട് യാചിക്കുകയാണെന്നർത്ഥം. ഉനാദീഹി യാ ത്വാഹൽ അമീനു വഅഖിബു വഹശീറു വൽഹാദി വഅഹ്മദു അഖ്ബിതു. നബിയെ, ഞാൻ അങ്ങയെ വിളിച്ച് യാചിക്കുകയാണ്. മുഹമ്മദു യാസീനു വഹമീദു മുസ്തഫ കരീമു സജായ വസുഫുഹു ലൈസ യുൽബതു. മുഹമ്മദ് നബിയെ, യാസീൻ തങ്ങളെ, ഹമീദായ നബിയെ, മുസ്തഫായ നബിയെ, കരീമുൽ സജായ രീതികളെല്ലാം ബഹുമാന്യനായ നബിയെ, വസ്ഫുഹു, ആ നബിയുടെ വിശേഷണം, ലൈസ യുൽബതു, ഒരാൾക്ക് ക്ലിപ്തപ്പെടുത്താൻ കഴിയുകയില്ല. ലൈസ യുൽബതു, ക്ലിപ്തപ്പെടുത്തപ്പെടുന്ന ഒരു കാര്യമല്ല നബിയുടെ വിശേഷണങ്ങൾ. അലൈഹി സ്വലാത്തുല്ലാഹി മുഹമ്മദു യാസീനു വഹമീദു മുസ്തഫ കരീമു സജായ വസുഫുഹു ലൈസ യുൽബതു. മുഹമ്മദ് നബിയെ, പ്രശംസിക്കപ്പെടുന്ന നബിയെ, യാസീനായ നബിയെ, ഹമീദായ നബിയെ, മുസ്തഫയായ നബിയെ, കരീം മുസ്തജായ രീതികളെല്ലാം അതിമനോഹരമായ അത്യുന്നതനായ നബിയെ, വസ്ഫു, അവിടുത്തെ വിശേഷണം, ലൈസ യുൽബതു, ക്ലിപ്തപ്പെടുത്താൻ കഴിയുന്ന കാര്യമല്ല, ക്ലിപ്തപ്പെടുത്തപ്പെടുന്നതല്ല എന്നർത്ഥം. അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മാ സലാമുഹു ബിഹാർതഖി മൻ കാന മിൻ ഖബ്ലു ഫറതു. നബിയുടെ മേൽ സ്വലാത്തു സലാം ഉണ്ടാകട്ടെ. ബിഹാ, ആ സ്വലാത്തു സലാം കൊണ്ട് ഇർതഖി മൻ, ഒരുത്തൻ കേറും മുകളിലേക്ക്, അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് കേറും. ആര്? കാന, അവനായിരുന്നു, മിൻ ഖബ്ലു, നബിയെ പ്രേമിച്ച് സലാത്തിന് മുമ്പ് ഫറത്തു, അതിന് വിട്ട് ജീവിച്ചവനാണ്, കള്ളുടിച്ച് വിചാരിച്ചവനാണ്, പാറ്റ പോക്കായി നടന്നവനാണ്. അങ്ങനെയാണെങ്കിലും പിന്നെ നബിയെ സ്നേഹിച്ച് സലാത്താണ് തുടങ്ങിയാൽ ഓൻ അള്ളാന്റെ ഹദ്റത്തിലേക്ക് കയറിക്കൊണ്ടേയിരിക്കും. നോക്കി മനസ്സിലായല്ലോ, എളുപ്പമുണ്ട്. അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മാ സലാമുഹു ബിഹാ യർതഖി മൻ കാന മിൻ ഖബ്ലു ഫറതു. ബിഹാ, സ്വലാത്ത് സലാം കൊണ്ട് യർതഖി, മുകളിലേക്ക് കയറും, അള്ളാന്റെ ഹദ്റത്തിലേക്ക് കയറും, മൻ, ഏതൊരുത്തനും, കാന, അവനായിരുന്നു, മിൻ ഖബ്ലു, ഈ സലാത്തൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അവനായിരുന്നു, ഫറത്തു, അതിന് വിട്ട് ജീവിച്ചവനായിരുന്നു. അതിന് വിട്ട് ജീവിച്ചാലെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. പക്ഷെ എപ്പോൾ അവനൊക്കെ നിർത്തി എന്തിലേക്ക് ഇറങ്ങി നബിയെ സ്നേഹിക്കാൻ സലാത്തിലാണ്. അപ്പൊ അതിനനുസരിച്ച് അവൻ അള്ളാന്റെ ഹദ്റത്തിലേക്ക് കയറിപ്പോവും. പിന്നെ സലാത്തുമ്പോ കൂടിക്കോളി. അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മാ സലാമുഹു ബിഹാ അഖ്തനി മാലാ യുശാബു ഫയുഹ്ബതു. അലൈഹി, നബിയുടെ മേലുണ്ടാകുന്ന അല്ലാഹുവിന്റെ സ്വലാത്തു സലാം, ബിഹാ, ആ സലാത്ത് കൊണ്ട് അഖ്തനി, ഞാൻ കരസ്ഥമാക്കും, ആ ഒരു കൂലി, ലാ യുശാബു, ആ കൂലി നഷ്ടപ്പെടുത്തപ്പെടുകയില്ല എന്ന്. ആ കൂലി പൊളിക്കപ്പെടുകയുമില്ല. ഏത് അമലിന്റെ കൂലിയും പൊളിക്കപ്പെടും, ഏത് കൊല്ലിന്റെ കൂലി ഒഴികെ സലാത്തിന്റെ കൂലി പൊളിക്കപ്പെടില്ല.
ബിഹാ അക്തനി ഞാൻ കരസ്ഥമാക്കും, ബിഹാ സ്വലാത്ത് കൊണ്ട് അക്തനി ഞാൻ കരസ്ഥമാക്കും, മാ ഒരു കൂലി, ലായുഷാബു മനസ്സിലായില്ലേ, ലായുഷാബു അത് ആക്ഷേപിക്കപ്പെടാത്ത ഒരു കൂലി, കുറഞ്ഞു പോവില്ല. പിന്നെന്തുമാണ് ഇപ്പൊ യുഹബത്ത് പൊളിക്കപ്പെടുന്നതും അല്ലത്, പൊളിക്കപ്പെടുന്ന കൂലിയല്ല, ആ കൂലി പൊളിഞ്ഞു പോവില്ല ഒരു കാലത്തും. പിന്നെ അലൈഹി സ്വലാത്തുല്ലാഹി തുമ്മ സലാമുഹു ബിഹാ അസ്ബിഖുൽ അഖ്താബ തുറം വഅഫ്റുതു. അലൈഹി സ്വലാത്തുല്ലാഹി സ്വലാത്തു വസ്സലാം ഉണ്ടാവട്ടെ, ബിഹാ ആ സലാത്ത് കൊണ്ട് അസ്ബിഖു ഞാൻ മുൻകടക്കും, അൽ അഖ്താബ കുത്തുബിങ്ങൾക്ക്, വലിയ വലിയ കുത്തുബിൻ്റെ മേലേക്ക് ഞാൻ പോകും, തുറൻ അടങ്കലും എല്ലാ കുത്തുബിൻ്റെയും മേലേക്ക് ഞാൻ എത്തും, വാഫ്റുതു അവരെ പരിധിയും കടന്നും ഞാൻ മുന്നോട്ട് പോകും. ലോകത്ത് കുത്തുബാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന വലിയ വലിയ ആളുകളുണ്ട്, ഓലപ്പുറത്തേക്ക് ഞാൻ പോകും ഈ സ്വലാത്ത് കൊണ്ട്. കാരണം അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഞാൻ നബിക്ക് ചൊല്ലിയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലൈഹി സ്വലാത്തുല്ലാഹി തുമ്മ സലാമുഹു ബിഹാ തുറബ്ബി സ്വലാത്തൻ തുറബ്ബിസ മിഅനാ വതുൻഷിതു. അലിയാ നബിയുടെ മേൽ സ്വലാത്തു സലാം ഉണ്ടാവട്ടെ. അലേ സ്വലാത്തിന് ഒരു തുറബി, ആ സ്വലാത്ത് തെർബിയത്ത് ചെയ്യും, അസ്സാമി അതിനെ കേൾക്കുന്നവരെ എല്ലാം ഒത്തുൻഷിത്തു ഉന്മേഷപ്പെടുത്തുകയും ചെയ്യും. തുറബി അത് തെർബിയത്ത് ചെയ്യും, അത് വളർത്തും, അത് നേരെയാക്കും. സാമി അതിന അത് കേൾക്കുന്നവർ ശ്രദ്ധിച്ച് സ്വലാത്ത് കേട്ടാൽ തന്നെ കേട്ടവരെ തന്നെ അത് വളർത്തും, അതേ നേരെയാക്കും. പിന്നെ അലൈഹി സ്വലാത്തുല്ലാഹി തുമ്മ സലാമുഹു മഅൽ ആലി വസ്സഹബിൽ ലദീന ഖദ് ഉബ്തു. അലൈഹി നബിയുടെ മേൽ സല്ലല്ലാഹു അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാവട്ടെ, മഅൽ ആലി ആലിനോട് കൂടെയും സഹബി അല്ലദീന ആരാണ് ഈ ആലും സഹബ് ഖദ് ഉബ്തു അവരെയും കുടിക്കപ്പെട്ടിട്ടുണ്ട്, അവരെ സ്ഥാനം ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ എന്ന് പിന്നീട് വന്ന പലരും കുറിച്ചിട്ടുണ്ട്. അങ്ങനത്തെ അവർക്ക് അല്ലാഹു സ്വലാത്തു വസ്സലാം ഒക്കെ ഉണ്ടാവട്ടെ എന്ന്. അപ്പം ഇത് ഇന്ന് എടുത്തത് മൊത്തം ചൊല്ലിക്കാണ്, ഭയങ്കര രസമാണ്. എവിടുന്ന നമ്മൾ തുടങ്ങി فلا عدة في النائبات سواكم لذا العبد والمطلوب ذاتك والغرر فما لي إلا أحمد وصحابه وذلك كنز لا يزال ويفتنكر أبو بكر العالي الإمام وسيدي أبو حفص الفاروق للدين قد نهى وعثمان ذو النورين والليث سيدي ليث സിംഹം പുലി. പിന്നെ അബു ഹസനിൻ മൻ ഹുബ്ബുഹു الدهر يفترض عليه صلاة الله ثم سلامه بها اعتلي فوق الحجيج ومن عرض عليه صلاة الله ثم سلامه بها دانسي من حب أحمد قدره من അല്ല بها دانسي من حب أحمد من نقل عليه مع الآل الكرام وصحبه ومن أمسكوا دين النبي ومن قبل ثقفت ഞാൻ നേരെയാക്കി ثقفت عفجاج സൃഷ്ടികളുടെ വളവിനെയല്ല ثقفت عفجاج الخلق والكل يغبط مقامي لدى الماهي وبالفيض يبسط فهو صفة واسم وذات وغيبها وهو قاسم عدل كريم ومقسط تنظرته في حالتين فهالني كمال എന്നെ ബോധ്യപ്പെടുത്തി كمال جمال للمديح ينشط أناديه يا طه أناديه ഞാൻ ആ നബിയെ വിളിക്കുകയാണ് يا طه الأمين وعاقب وعشير والهادي وأحمد أخبط ഞാൻ യാചിക്കുകയാണ് നബി അങ്ങയുടെ മുന്നിൽ വെച്ചിട്ട് محمد ياسين يا ياسين محمد ياسين وحميد مصطفى كريم السجايا وصفه ليس يضبط عليه صلاة الله ثم سلامه بها يرتقي من كان من قبل فرط بها صلاة يرتقي അള്ളാഹിൻ്റെ അടുക്കലേക്ക് കയറിപ്പോകുവാൻ ഒരാൾ കാനവനായിരുന്നു മിൻ കബിലു ഈ സലാത്തും സലാമും ഒക്കെ നബിക്ക് പറയുന്നതിന് മുമ്പ് ഫറത്തു അതിരുവിട്ട് ജീവിച്ചവനാണ്, കള്ളുടിച്ച് വിചരിച്ചാർന്നവനാണ്. പക്ഷെ ഇപ്പോൾ പറ്റ നന്നായി, കാരണം അള്ളാഹ് റസൂലിലേക്ക് കയറിയപ്പോൾ മാറി. പിന്നെ അക്തനി ഞാൻ കരസ്ഥമാക്കും. ആ ഒരു സ്വഭാബ് ലാ യുഷാബു അതൊരു ഹൈബാക്കപ്പെടാത്ത സ്വഭാവമാണ്. ഒരു എനിക്ക് കിട്ടുന്ന കൂലി കണ്ട ഒരാൾക്ക് ഹൈബ് പറയാൻ പറ്റില്ല, കൂലി കുറഞ്ഞോ എന്ന് പറയില്ല. അപ്പോൾ യുഹ്ബത്ത് പൊളിക്കപ്പെടുന്നതുമല്ല, പൊളിക്കപ്പെടുകയില്ല ആ കൂലി. പിന്നെ
അലൈഹി സ്വലാത്തുല്ലാഹി തുമ്മ സലാമുഹു ബിഹാ അസ്ബിഖുൽ അഖ്തബ. ഞാൻ മുൻകടക്കും ആ സ്വലാത്തുകൊണ്ട് അൽ അഖ്തബ എല്ലാ കുത്തുബുകൾക്കും തുറൻ എല്ലാ കുത്തുബ് അടങ്കലും വഅഫ്റുതു ഞാൻ അവരെയും വിട്ട് മുന്നോട്ട് പോകും. പിന്നെ അലൈഹി സ്വലാത്തുല്ലാഹി തുമ്മ സലാമുഹു സ്വലാത്തൻ തുറബ്ബി സാമിഈന വതുൻഷിതു. അലൈഹി സ്വലാത്തുല്ലാഹി തുമ്മ സലാമുഹു മഅൽ ആലി വസ്സഹബി അല്ലദീന ഖദ് ഉബ്തു. അവരുടെ സ്ഥാനവും കുതിക്കപ്പെട്ടതാണ് ആ ആലുമിൻ്റെയും സാഹിബിൻ്റെയും ആ കൂട്ടത്തിലേക്ക് അവർക്കും അല്ലാഹുവിൻ്റെ സ്വലാത്തു വസ്സലാം ഉണ്ടാകട്ടെ. അല്ലാഹു അവരെ കൂടെ നമ്മളെ നാളെ രക്ഷപ്പെടുത്തി. അല്ലാഹുവേ പടച്ചോനെ എല്ലാവർക്കും റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു തരണമേ റബ്ബേ. എല്ലാവർക്കും റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു തരണമേ റബ്ബേ. ക്ലാസ് കോളേജ് അടക്കാൻ പോവുകയാണ്. ഒരാഴ്ച റമളാൻ പിന്നെയും തുടങ്ങും. അപ്പോൾ ഈ കൊല്ലത്തിൽ നമ്മൾ ഖത്തം ദുആ നടത്താറുണ്ട്. ആ ഖത്തം ദുആ അടുത്ത ഞായറാഴ്ച 10 മണി, അടുത്ത ഞായറാഴ്ച 10 മണി ദാറുൽ ഖുർആനിലെ ഖത്തം ദുആ പരിപാടിയിൽ എല്ലാവരും ഒരുപാട് ഖത്തം ഇതിനടക്കം കുട്ടികൾ ഓതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കൊല്ലത്തിൽ പൂട്ടുമ്പോൾ ആ ഖത്തം ദുആയിൽ പങ്കെടുത്താൽ വലിയ ഖൈറുണ്ടാവും. ഒരു ഖത്തം ദുആയിൽ പങ്കെടുക്കുമ്പോൾ അതിന് ബറക്കത്തുണ്ടാവും. ആണ് പെണ്ണ് 10 മണിക്ക് എത്തിച്ചേരാൻ എത്ര ആൾ വന്നാലും അവർക്ക് ചോറ് കൊടുക്കും, ഇൻഷാ അല്ലാഹ് ഭക്ഷണം കൊടുക്കും, ഇൻഷാ അല്ലാഹ്. എല്ലാവരും വരിക. അടുത്ത ഞായറാഴ്ച ഒഴിവുള്ള ദിവസമാണ് ഞായറാഴ്ച. ദാറുൽ ഖുർആനിലെ ഖത്തം ദുആയിൽ പങ്കെടുക്കുക. ഖത്തം മോദി ആ മജ്ലിസിലും ഖത്തം ഓതും. അതായത് നിലവിൽ തന്നെ ഒരുപാട് ഖത്തം ഓതി വെച്ചിട്ടുണ്ട്. ഇനി ആ മജ്ലിസിൽ ഇരുന്നിട്ട് എല്ലാവരും ഒരു 30 ആൾ കൂടി ജുസ് 30 ആൾ അങ്ങനെ എല്ലാവർക്കും അവിടെയും നമ്മൾ ഖത്തം ഓതും. ആണും പെണ്ണിനൊക്കെ മുസാഫ് കൊടുത്ത് അവിടുന്ന് വീണ്ടും ഖത്തം ഓതും. ആ ഖത്തം കഴിഞ്ഞിട്ട് നമ്മൾ ഖത്തം ദുആ നടത്തും. ആ ഖത്തം ദുആക്ക് ഒരു ഇജാബത്ത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ അടുത്ത ഞായറാഴ്ച ആരും മറക്കരുത്. അടുത്ത ഞായറാഴ്ച ഖത്തം ദുആയിൽ പങ്കെടുക്കണം. രാവിലെ 10 മണിക്കാണ് ഖത്തം ആരംഭിക്കുക. പിന്നെ ആ ഖത്തം കഴിഞ്ഞിട്ട് ദുആ ചെയ്യും. ളുഹറിന് മുമ്പ് പിരിഞ്ഞു പോകാം. അടുത്ത ഞായറാഴ്ച എത്രാം തീയതിയാണത്? 15 എല്ലാവരും ഇന്ന് ബുധനാഴ്ചയാണ്. അടുത്ത ഞായറാഴ്ച 15 ഫെബ്രുവരി 15 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ദാറുൽ ഖുർആനിലെ ഖത്തം ദുആയാണ്. എല്ലാവരും വരണം. ഖത്തം ഒരുപാട് ഖത്തം ഓതി വെച്ചിട്ടുണ്ട്. ഇനിയും അവിടെ ഇരുന്നും ഖത്തം ഓതും. ഇനി ഒരാൾക്ക് ഓതാൻ കഴിയില്ലെങ്കിൽ അവൻ പങ്കെടുത്താൽ ആ ബറക്കത്ത് കിട്ടും. ഭയങ്കര ഫളിലുണ്ടാവും. പ്രത്യേകിച്ച് ദാറുൽ ഖുർആനാണ്. പ്രത്യേകിച്ച് ഒരുപാട് ഖത്തം ഓതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 100 കണക്കിന് ഖത്തം ഓതി വെച്ചിട്ടുണ്ട്. ഇനിയും ഓതും. എല്ലാ ദിവസവും ഇവിടെ സഹായിക്കുന്ന ആളുകൾക്ക് ഒരു ഖത്തം ഇവിടെ സ്ഥിരം ഓതാറുണ്ട്. അതിൻ്റെയൊക്കെ പുറമെ ധാരാളം ഖത്തം ഓതി വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പുറമെ ആ മജ്ലിസിൽ നിന്ന് ഖത്തം ഓതും. ആ സ്കൂൾ കുട്ടികളൊക്കെ ഒഴിവുള്ള ദിവസമല്ലേ, എല്ലാവരും വരിക. എത്ര ആൾ വന്നാലും ഭക്ഷണം അവിടെ ഉണ്ടാവും. ബേജാറാവണ്ട, വന്നോളി. ബിരിയാണി വെക്കൂല, നെയ്ച്ചോറ് വെക്കുള്ളൂ. എന്നാൽ പിന്നെ 5 മിനിറ്റ് കൊണ്ട് ചോറാവൂലേ, ബേജാറാവണ്ട. അത് കഴിഞ്ഞ് ഒരു ഭക്ഷണം കഴിച്ച് പോയാൽ അതിന് ബറക്കത്തുണ്ടാവും. ഇക്കൊല്ലത്തെ റമളാൻ നമുക്ക് സന്തോഷമായി. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാവരും വരണം. എല്ലാവരും ആ പരിപാടിക്ക് വരിക. ആ ഖത്തം ദുആക്ക് എല്ലാവരും പങ്കെടുക്കുക. രക്ഷിതാക്കളും അല്ലാത്തവരും ഗുണകാംക്ഷികളും സുന്നത്തി മാറ്റിൻ്റെ പ്രവർത്തകന്മാരൊക്കെ ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ എല്ലാവരും ദാറുൽ ഖുർആനിലെ ഖത്തം ദുആ മജ്ലിസിൽ വലിയ പരിപാടിയായിട്ട് നടത്താറുണ്ട്. കഴിഞ്ഞ കൊല്ലം നടത്തിയിട്ടുണ്ട്. കൊല്ലം നമുക്ക് ഒന്നുകൂടി വിപുലമായി നടത്താം. 14 തീയതി ശനിയാഴ്ച ഹിഫ്ളിലേക്കുള്ള കുട്ടികളുടെ അഡ്മിഷനാണ്. അതിന് വരാൻ പറഞ്ഞ പിന്നെ ഇൻഷാ അല്ലാഹ് കുട്ടികളെ കൊണ്ടുവരണം. എന്തൊക്കെയാണെങ്കിലും എന്നെ ഒന്ന് കണ്ടാൽ മതി. എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ഇടപെടാവുന്ന കാര്യത്തിലൊക്കെ ഞാൻ ഇടപെടാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. കുട്ടികളൊന്നും നാശമായി പോകരുത്. അള്ളാഹിൻ്റെ മാർഗത്തിലായി വരണം. എല്ലാവരും നല്ല മക്കളായി തീരണം. അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ദുനിയാവിൻ്റെ ലാഭം എന്ന് പറഞ്ഞാൽ സാലിഹ്യങ്ങളായ മക്കളുണ്ടാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ദാറുൽ ഖുർആനിൻ്റെ പരിപാടി പങ്കെടുക്കണം. 14 തീയതി ഹിഫ്ളിലെ കുട്ടികൾക്കുള്ള സെലക്ഷൻ പരീക്ഷ 14 തീയതി അടുത്ത ശനിയാഴ്ച. നേരെ പിറ്റേന്ന് 15 തീയതി ഖത്തം ദുആ. അന്ന് കോളേജ് അടക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ നോമ്പായിട്ടേ തുടങ്ങുള്ളൂ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന. ഷാൻ തൊടുമ്പോഴ 101 രൂപ ദുആ ചെയ്യണം. അള്ളാഹു വേറെ പ്രയാസങ്ങളൊക്കെ തീർത്ത് ഖൈർ കൊടുക്കണമേ റബ്ബേ. മകൻ്റെ ഓപ്പറേഷൻ ഇന്നാണ്, ലളിതമാവാൻ. അള്ളാഹു ഒരു പ്രയാസമില്ലാതെ ഓപ്പറേഷൻ പരിഹരിച്ചു കൊടുക്കണമേ റബ്ബേ. ദാറുൽ ഖുർആനിലേക്ക് ഒരു ചാക്ക് എഴുതി
നേർച്ചയാക്കിയിട്ട് അള്ളാഹു ഇതൊക്കെ പരിഹരിച്ചു കൊടുക്കണമേ റബ്ബേ. സാലിയ കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ഒരു സഹോദരൻ 500 രൂപ അള്ളാഹു സാലിയ കുട്ടിയെ കൊടുക്കണമേ റബ്ബേ. സാലിയ കുട്ടിയെ പ്രത്യേകം ദുആ ചെയ്യാൻ അൻവർ 313 സൂഫി ക്ലാസ്സിലേക്ക് അള്ളാഹു വരെ പ്രയാസങ്ങളൊക്കെ തീർത്ത് ഖൈറും റഹ്മത്തും നൽകണമേ റബ്ബേ. റബ്ബിൻ്റെ റസൂലുള്ളാഹിയുടെ ആ പ്രകാശം കൽബിൽ കിട്ടാൻ വേണ്ടി ആലുവയിൽ നിന്നൊരു സഹോദരി 500 രൂപ അള്ളാഹു അവർക്ക് ആ പ്രകാശം നിറച്ചു കൊടുക്കണമേ റബ്ബേ. സാലിയാത്തായ സഹോദരി ഞാൻ അവരെ അറിയും. അള്ളാഹു അവരൊക്കെ ഖൈറും അവർക്കും ഒരു ഭർത്താവിനും മക്കൾക്കൊക്കെ ഖൈറ് കൊടുക്കണമേ റബ്ബേ. സാലിയാങ്ങളും സാലിയാത്തുകളും ആക്കി കൊടുക്കണം. ഞങ്ങളെ അങ്ങനെ ആക്കി തരണമേ റബ്ബേ. എല്ലാവരും നന്നാക്കി തരണമേ റബ്ബേ. എല്ലാ പ്രയാസങ്ങളും ഞങ്ങളെല്ലാവരെയും കാത്തി രക്ഷിക്കണമേ റബ്ബേ. എല്ലാവരും ഖുർആൻ്റെ കൂടെ നിൽക്കണം. ഇന്നലെ സെലക്ഷൻ പരീക്ഷനെ ശരീഅത്ത് കോളേജിലേക്ക് കുട്ടികളൊക്കെ ചേർക്കാനുള്ള ആളുകൾ ഇനിയും ഉണ്ടെങ്കിൽ അത്യാവശ്യക്കാരൊക്കെ ആളുകൾ എന്നെ കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങളുണ്ടെങ്കിൽ അതായത് പരമാവധി നമുക്ക് എല്ലാ കാര്യങ്ങളും ആവണം. നമ്മളെ കുട്ടികൾ നേരായ വഴിക്കാകണം. അവർക്ക് പഠിപ്പ് മാത്രമേ അവരെ തെർബിയത്ത് അവർ ദീനെ അവരെ ഉദ്ദേശിച്ചാണ് ഇവിടെ അള്ളാഹ് ക്ലാസ് തുടങ്ങിയത്. കുട്ടികളെ കൽബിൽ അള്ളാഹ് എന്ന് കയറ്റി കൊടുക്കലാണ് ആ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. ആ കുട്ടികളെ ദീന് പോയി വിൽക്കാൻ പാടില്ല. ദീന് വിൽക്കുന്ന അവസ്ഥയെ തൊട്ട് അള്ളാഹു തആല എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار يا عزيز يا غفار يا عزيز يا غفار. പഠിച്ചോനെ ദുനിയാ ആഖിറത്ത് തുറന്നേരണമേ റബ്ബേ. എല്ലാ പ്രയാസം നീക്കി തരണമേ റബ്ബേ. മുലയിൽ പാലില്ല, കുട്ടി കുടിക്കാൻ പാലില്ല, ഒരു പെൺകുട്ടിക്ക് വേണ്ടി ദ്വാർക്കാൻ വേണ്ടി പറഞ്ഞു മുലയിൽ പാലും സന്തോഷവും ഖൈറും ഒക്കെ കൊടുക്കണമേ റബ്ബേ. ആ കുട്ടിക്കും മണ്ണിനൊക്കെ നീ ഖൈറ് കൊടുക്കണമേ റബ്ബേ. പ്രയാസങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണമേ റബ്ബേ. മറ്റ് പല ബുദ്ധിമുട്ട് പറഞ്ഞ ആളുകളുണ്ട്. എല്ലാ ബുദ്ധിമുട്ടും ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടും തീർത്ത് ഖൈറും റഹ്മത്തും തുറന്നു തരണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് എല്ലാവർക്കും ഞങ്ങളെല്ലാം ദാറുൽ ഖുർആൻ്റെ കുടുംബമാണ്. അല്ലാഹു എല്ലാവർക്കും ഖൈറിൻ്റെ റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു തരണം. ربنا توفنا مسلمين والحقنا بالصالحين آمين. റമദാൻ 1 മുതൽ റമദാൻ 30 അടക്കം 30 ഉണ്ടെങ്കിൽ 30 ദാറുൽ ഖുർആനിൽ ക്ലാസ് ഉണ്ടാവും. ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുക്കണം. 1 മുതൽ 30 എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. വിവിധങ്ങളായ വിഷയങ്ങൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വിവിധങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്യും ഇൻഷാ അല്ലാഹ്. ദാറുൽ ഖുർആനിലെ റമദാനിലുള്ള ക്ലാസ്സുകളിൽ എല്ലാവരും സോഷ്യൽ മീഡിയ വഴിയാണെങ്കിൽ അങ്ങനെ പങ്കെടുക്കണം. അല്ലാതെ ഇങ്ങനെ പങ്കെടുക്കും. 1 മുതൽ 30 അടക്കവും ക്ലാസ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ربنا توفنا مسلمين والحقنا بالصالحين آمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وصل على جميع الأنبياء المرسلين والحمد لله. എനിക്ക് വേണ്ടിയും മരിച്ചുപോയ എൻ്റെ ഉപ്പാക്ക് വേണ്ടിയും മരിച്ചുപോയ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയും മരിച്ചുപോയ എൻ്റെ പ്രിയപ്പെട്ട അമ്മായിമാർക്ക് വേണ്ടി ഞങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾക്ക് ദുആ ചെയ്യണമെന്ന് ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.